മമ്മൂട്ടി ദി ഫേസ് ഓഫ് ഇന്ത്യൻ സിനിമ. എന്തായാലും മമ്മൂട്ടിയുടെ പേട്രിയോട്ട് മെയ് 1 റിലീസാണ്. മമ്മൂട്ടി ഗംഭീര റോളിലെത്തുന്നു. മോഹൻലാൽ അതിഗംഭീരമായിട്ടുള്ള ഒരു എക്സ്റ്റൻഡ് ക്യാമിയ റോളിലെത്തുന്ന പടം. കുഞ്ചാക്കോവനും നമ്മുടെ ഫഹദ് ഫാസിലും നയൻതാര എല്ലാം അണിനിരക്കുന്ന പടം. എന്തായാലും വേൾഡ് വൈഡിൽ ഒരു വലിയ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പോകുന്നതാണ്. മെയ് 1 വേൾഡ് വൈഡ് റിലീസുമാണ്. അത് കഴിഞ്ഞാൽ മമ്മൂട്ടി ഇപ്പോൾ അഭിനയിച്ച് തീർത്ത പടമാണ് അടൂർ ഗോപാലകൃഷ്ണന്റെ പദയാത്ര. മമ്മൂട്ടി അടൂർ ഗോപാലകൃഷ്ണൻ ഒന്നിക്കുമ്പോൾ എപ്പോഴും അസാധാരണ ചിത്രങ്ങൾ വരാറുണ്ട്. കളക്ഷനിൽ അല്ലെങ്കിൽ പോലും മികച്ച നടനുള്ള ദേശീയ അവാർഡ് കിട്ടിയ 2 ചിത്രങ്ങൾ മധുരകളും വിധേയനും അടൂർ ഗോപാലകൃഷ്ണന്റെ മമ്മൂട്ടി ചിത്രങ്ങളായിരുന്നു. അന്നേരം മമ്മൂട്ടിക്ക് ഒരുപാട് പ്രതീക്ഷയുള്ള ചിത്രം തന്നെയാണ് പദയാത്ര. ഇത് കഴിഞ്ഞ് മമ്മൂട്ടിയുടെ കൺഫേംഡ് പ്രൊജക്റ്റിൽ വരുന്ന ഒന്ന് ഇപ്പോൾ മമ്മൂട്ടി അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് D55, അതായത് ധനുഷിന്റെ 55ാമത്തെ ചിത്രമാണ്. നമ്മുടെ അമരന്റെ ഡയറക്ടർ. മമ്മൂട്ടി ഗംഭീര ക്യാരക്ടറാണെന്നാണ് പറയുന്നത്. നെഗറ്റീവ് ഷെയ്ഡ് അല്ല എന്നറിഞ്ഞത്, പക്ഷേ പോസിറ്റീവ് ഷെയ്ഡ് ആണെങ്കിൽ അത് ഗംഭീരമായ ഒരു ക്യാരക്ടറാണ്. മമ്മൂട്ടി തമിഴ് പോകുമ്പോൾ ചുമ്മാ അതൊരു ക്യാരക്ടർ പോയി അഭിനയിക്കാൻ സാധ്യത വളരെ കുറവാണ്. മാത്രമല്ല മലയാള സിനിമയിൽ തമിഴിൽ പോയി ഏറ്റവും കൂടുതൽ ഹിറ്റുകൾ ഉണ്ടാക്കിയ ഒരു നടനും മമ്മൂട്ടി തന്നെയാണ്. അത് കഴിഞ്ഞാൽ മമ്മൂട്ടി അഭിനയിക്കുന്നത് നിതീഷ് സഹദേവന്റെ പടമാണ്. ഒരു മാസ് മസാല ആക്ഷൻ എന്റർടൈനർ. എനിക്ക് തോന്നുന്നു ഒരു രാജമാണിക്യത്തിന് ശേഷം മമ്മൂട്ടി ഇത്രയും ഈ ഒരു മൂഡിലുള്ള ഒരു പടം ചെയ്യുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ്. രാജമാണിക്യത്തിന് ശേഷം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ പൊക്കുരാജയ്ക്കൊക്കെ ശേഷം ചെയ്യുന്നൊരു പടമാണ്. അതിനകത്ത് ജോജുവും നമ്മുടെ സുരാജും ഒക്കെ വരുന്നുണ്ട്. ഒരു 9 വയസ്സ് 10 വയസ്സുള്ള ഒരു കുട്ടിയൊക്കെ പ്രധാന കഥാപാത്രത്തിൽ വരുന്ന പടം. അത് കഴിഞ്ഞാൽ മട്ടാഞ്ചേരി മാഫിയ, ഖാലിദ് റഹ്മാന്റെ സിനിമ. അതിഗംഭീര കാസ്റ്റും അതിഗംഭീര ആസിഫ് അലി, നമ്മുടെ നസ്ലിൻ, ലുക്മാൻ, ഗണപതി ഇവരെല്ലാം അണിനിരങ്ങുന്ന സിനിമ. മട്ടാഞ്ചേരി മാഫിയ തന്നെ ടൈറ്റിൽ തന്നെ ഹിറ്റ് അടിച്ചിട്ടുണ്ട്. ഒരു ഗംഭീര ക്യാരക്ടറും മമ്മൂട്ടിക്ക് ഉറപ്പായിട്ടുണ്ട്. 50 വയസ്സിന് മുകളിൽ 60 വയസ്സൊക്കെ തോന്നിക്കുന്ന ഒരു ഇച്ചിരി പ്രായമുള്ള ക്യാരക്ടറാണെന്നും പറയുന്നു. സ്ട്രോങ് റൂമേഴ്സ് മാത്രമാണ്. അത് കഴിഞ്ഞാൽ കണ്ണൂർ സ്ക്വാഡ് 2. കണ്ണൂർ സ്ക്വാഡ് നമുക്കറിയാം, ജോർജ് മാർട്ടിൻ എന്ന് പറഞ്ഞ SI തകർത്ത് വാരിയതാണ്. പക്ഷെ അന്ന് 80-85 കോടി നേടിയിട്ടുണ്ടെങ്കിൽ ഈ സിനിമ ഭയങ്കര ഇനീഷ്യൽ നേടും എന്നുള്ളത് സംശയമില്ല. റോബി ആയിരുന്നു സംവിധാനം, ഇതും റോബി തന്നെയാണ് സംവിധാനം. കണ്ണൂർ സ്ക്വാഡ് 2. ഇനി മമ്മൂട്ടിക്ക് ഒരുപാട് ചിത്രങ്ങളുണ്ട്. നമ്മുടെ മമ്മൂട്ടി ഗസ്റ്റ് എക്സ്റ്റൻഡ് ക്യാമിയ റോളിൽ വരുത്തുന്ന ലോക 2 വരുന്നുണ്ട്. അതുപോലെ CBIയുടെ ഭാഗം വരുന്നുണ്ട്. വാമ്പേറായിട്ട് മമ്മൂട്ടി വരുന്നുണ്ട്. ഒരുപാട് നമ്മളെ ഞെട്ടിക്കാനും എന്നാൽ കോടിക്കിലക്കങ്ങൾ 100 കോടി 200 കോടിയൊക്കെ അടിക്കാനും പറ്റിയ പാകത്തിനുള്ള സിനിമകൾ 2026-27 മമ്മൂട്ടിക്ക് ഒരുങ്ങുന്നുണ്ട്.